ദാറുന്നജാത്ത് മുസ്ലിം ഓർഫനേജ് രൂപീകരിക്കപ്പെടുന്നത്. കരുവാരക്കുണ്ട് ദാറുന്നജാത്ത് ഇസ്ലാമിക് സെൻ്ററായി അത് മാറുന്നത് 1984 അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ 124/84. ദാറുന്നജാത്തിന് ഓർഫനേജും മദ്രസയും ഒഴികെ മറ്റ് സ്ഥാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായി ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനം ലഭിക്കുന്നത് 95 അത് 95 ലഭിക്കുമ്പോൾ ഒന്നിച്ച് ഈ ദാറുന്നജാത്ത് ഓർഫനേജ് യു പി സ്കൂൾ, ദാറുന്നജാത്ത് യു പി സ്കൂൾ, ദാറുന്നജാത്ത് ഹൈസ്കൂൾ, ദാറുന്നജാത്ത് അറബി കോളേജ് പോലുള്ള 4 സ്ഥാപനങ്ങൾ ഒന്നിച്ച് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ലഭിക്കുന്നു. ഈ ഓർഫനേജ് യു പി സ്കൂൾ എന്ന് പറയുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ആൻഡ് ഏരിയ ഇൻറ്റൻസീവ് പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് മൈനോറിറ്റീസ് എന്നൊരു സ്കീം പ്രകാരം അന്നത്തെ അർജുൻ സിംഗ് മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിൽ കേരളത്തിലെ പിന്നോക്കം നിൽക്കുന്ന ബ്ലോക്കുകൾക്ക് വേണ്ടി മാത്രം അനുവദിച്ച പദ്ധതിയായിരുന്നു. അതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിൽ ഈ പദ്ധതിയേ ഇല്ല എന്നർത്ഥം. അതിന് കീഴിൽ വരുമ്പോൾ ഇതൊരു സെമി എയ്ഡഡ് ആയിക്കൊണ്ടാണ് സ്കൂൾ കിട്ടുന്നത്. സ്കൂളിന് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് കേന്ദ്രം നൽകിയിരുന്നു. എൽ പി സ്കൂളിന് 3,60,000 രൂപ, യു പി സ്കൂളിന് 2,88,000 രൂപ, റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്രിബന് 15 ലക്ഷം രൂപ നൽകിയിരുന്നു. അങ്ങനെ തുടക്കം കുറിച്ച ഈ പദ്ധതിക്ക് കൃത്യമായി ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഒരു വിദ്യാർത്ഥിയിൽ നിന്നും ഒരു തരത്തിലുള്ള ഫീസും ഈടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ പ്രയാസമുണ്ടായിരുന്നു. എയ്ഡഡ് ആണോ അല്ല, അൺഎയ്ഡഡ് ആണോ അല്ല, ഇതിലിങ്ങനെ നിരന്തരമായി കേന്ദ്ര കേരള സർക്കാരുമായുള്ള നിവേദനങ്ങളിൻ്റെ അടിസ്ഥാനത്തിൽ 2004 അതിൽ ജീവനക്കാർക്ക് അടിസ്ഥാന ശമ്പളം മാത്രം അനുവദിച്ചു. ബേസിക് സാലറി അന്ന് 4,000 രൂപയാണ് ബേസിക് സാലറി. HRA DA പോലുള്ളത് അനുവദിച്ചിട്ടില്ലായിരുന്നു. മാത്രവുമല്ല അത് കൊടുത്തിരുന്നത് അന്നത്തെ കാലത്ത് ഏകദേശം 238 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് മാത്രം എന്ന പ്രത്യേക ഓർഡർ ഉണ്ടായിരുന്നു. എയ്ഡഡ് പദവി ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികളുടെ എണ്ണമുണ്ടെങ്കിൽ തന്നെ ആനുപാതികമായി ഡിവിഷൻ വർദ്ധിപ്പിക്കാനോ മറ്റോ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ക്രമേണ ഡിവിഷൻ കൂടുക വരികയും നിരന്തരമായി അതിൻ്റെ ശ്രമം നടത്തുകയും ചെയ്തതിൻ്റെ അനന്തരഫലമായിക്കൊണ്ട് 2019 മാർച്ച് 6 ഒരു ഉത്തരവിറങ്ങി. ആ ഉത്തരവ് പ്രകാരം 2003 മുൻകാല പ്രാബല്യത്തോടു കൂടി സ്കൂളുകൾക്ക് എയ്ഡഡ് പദവിയും 11/11/2015 മോണിറ്ററിംഗ് ബെനിഫിറ്റോടു കൂടി ആ കാലയളവിൽ നിയമിക്കപ്പെട്ട അധ്യാപകർക്കുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങുന്നു. ഇവിടെ സംഭവിച്ചത് 6/3/2019 ഉത്തരവിറങ്ങി മോണിറ്ററിംഗ് ബെനിഫിറ്റ് 11/11/2015 എയ്ഡഡ് പദവി 2003 ആയതിനെ ദുരുപയോഗപ്പെടുത്തി. ഈ കാലയളവിൽ പലരും ജോലി ചെയ്തിട്ടുണ്ട്, പലരും PSC കിട്ടി പോയിട്ടുണ്ട്, പലരും ജോലി ശമ്പളം ഇല്ലാത്തതിന് നിർത്തിപ്പോയിട്ടുണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷെ എന്തുണ്ടായി? പ്രപ്പോസൽ സമർപ്പിച്ചത് 2019 മാർച്ച് 26 പോസ്റ്റ് സാങ്ഷൻ കിട്ടിയതിന് ശേഷം പ്രപ്പോസൽ സമർപ്പിക്കുവാനുള്ള അവസരം കിട്ടിയത് ആ അവസരത്തെ ദുരുപയോഗപ്പെടുത്തി സ്വാഭാവികമായിട്ടും നേരത്തെ ജോലി ചെയ്തിരുന്ന ആളുകളെയൊക്കെ വെട്ടിമാറ്റിക്കൊണ്ട് പറ്റാവുന്ന ആളുകളെ ശരിക്കും പറഞ്ഞാൽ തിരികെ കയറ്റിയെന്ന് പറയാം. ആ രീതിയിൽ പ്രപ്പോസൽ സമർപ്പിക്കുകയും അങ്ങനെ ജീവനക്കാരിൽ പലരും സ്ഥാപനം കാണാതെ മുൻകാല പ്രാബല്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശമ്പളം വാങ്ങേണ്ട സാഹചര്യമുണ്ടായി. അതാണ് ഇതിൽ പ്രധാന ഒന്ന്. പലരും ദാറുന്നജാത്ത് ഇസ്ലാമിക് സെൻ്റർ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റീസ് രജിസ്റ്റേർഡ് സ്ഥാപനവും ധാരാളം അനുബന്ധ സ്ഥാപനങ്ങളുള്ള ഒരു കേന്ദ്രമാണ്. അനുബന്ധ സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഈ സൊസൈറ്റിക്ക് കീഴിലുള്ള ഇതര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത ആളുകൾ ഇവിടുന്ന് ശമ്പളം വാങ്ങി, ഡ്യുവൽ സാലറി വാങ്ങി. ഇതാണ് പ്രധാനമായും പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി 2023 ജൂലൈ 4 വണ്ടൂർ AO സ്ഥാപനം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി. ഈ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് കണ്ടെത്തി. സെപ്റ്റംബർ മാസത്തിൽ ആ റിപ്പോർട്ട് DPIയിലേക്ക് നൽകുന്നു. DPI അത് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത റിപ്പോർട്ടിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെടുകയും മലപ്പുറം DDയിലേക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ട് ഒരു അന്വേഷണം കൂടി നടത്തി കുറ്റക്കാർക്കെതിരെ KER പ്രകാരം നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ 30 മലപ്പുറം DD ഓഫീസിൽ നിന്ന് വണ്ടൂർ AEയുടെ സഹായത്തോടു കൂടി അന്വേഷണം നടത്തി രേഖകളൊക്കെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും അവർ റിപ്പോർട്ട് ഉണ്ടാക്കി.
റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആർക്കെതിരെയാണോ പരാതി അവരെ കേൾക്കുകയും അവരിൽ നിന്ന് മൊഴി പോലും എടുത്തിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി ഇക്കഴിഞ്ഞ ഏപ്രിൽ 4-ാം തീയതി റിപ്പോർട്ട് DPIയിലേക്ക് നൽകി. DPI റിപ്പോർട്ട് സർക്കാരിലേക്കും എത്തിച്ചു. ഇതാണ് സംഭവം. ഇതിലിപ്പോൾ ഈ നേരത്തെ അവിടെ വർക്ക് ചെയ്തിരുന്ന അധ്യാപകരെ ഒഴിവാക്കി വേറെയുള്ള ആളുകളെ, ആ സമയത്ത് ജോലി ചെയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്ത ആളുകളെ തിരികെ കയറ്റിയെന്നാണോ? തീർച്ചയായിട്ടും അതാണ് സംഭവിച്ചത്. അതിന് തെളിവായിക്കൊണ്ട് AUൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമായി അത് പറയുന്നുണ്ട്. കാരണം അറ്റൻഡൻസ് രജിസ്റ്ററുകൾ പരിശോധിക്കുമ്പോൾ റെക്കോർഡിൽ ഒരാളും ജോലി എടുക്കുന്നതും മറ്റൊരാളുമായി കൃത്യമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്താൻ AUക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രമക്കേട് നടന്നു എന്ന് മാത്രമല്ല, അർഹമായ ആളുകളെ തഴപ്പിടുകയും ചെയ്തു. അപ്പോൾ 11 പേർക്കാണ് സാങ്ഷൻ കിട്ടിയതെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇരയാകേണ്ടി വന്നത് 11ാമത്തെ ആളാണ്. ഈ 11ാമത്തെ ആളെ വെട്ടിമാറ്റിക്കൊണ്ടാണ് 2019 മാത്രം ഉത്തരവ് ഇറങ്ങിയതിന് ശേഷം സ്ഥാപനത്തിൽ വന്ന ആൾ 2015 അപ്പോയിൻമെൻറ്റ് ചെയ്തതായി കാണിച്ചത്. അതും കൃത്യമായി കണ്ടെത്താൻ ആർക്ക് കഴിഞ്ഞു? AUക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ധാരണജാത്ത് സ്ഥാപനങ്ങൾ കൃത്യമായ ഒരു ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന, ഇപ്പോൾ പണക്കാട് സാദിഖലി തങ്ങളാണ് അതിൻ്റെ പ്രസിഡൻറ്റ്, ഉമർ MLA അതിൻ്റെ സെക്രട്ടറിയാണ്, അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അതിൻ്റെ ട്രഷററാണ്. അങ്ങനെ കൃത്യമായ സംവിധാനത്തോട് കൂടി പോകുന്നു. പിന്നെ എങ്ങനെയാണ് അവിടെ ഇത്തരം കൃത്രിമം നടക്കുക? ഇത് ട്രസ്റ്റല്ല, സൊസൈറ്റിയാണ്. 124/84 ഇതിൻ്റെ രജിസ്റ്റർ നമ്പർ. സൊസൈറ്റി പ്രകാരം കൃത്രിമം നടക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട്, ജനറൽ സെക്രട്ടറി തന്നെ ആയിരിക്കണം അതിൻ്റെ മാനേജറും കറസ്പോണ്ടൻറ്റും. പക്ഷേ ജനറൽ സെക്രട്ടറി അക്കാലത്ത് MLA ആണ്. സ്ഥാപനം കരുവാരക്കുണ്ടിലും അദ്ദേഹം താമസിക്കുന്നത് മഞ്ചേരിയിലുമാണ്. ഒരു MLA എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ തിരക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സഹഭാരവാഹികൾ ഒരാൾ UP സ്കൂളിൻ്റെ മാനേജറും മറ്റൊരാൾ എയ്ഡഡ് കോളേജിൻ്റെ മാനേജറുമായി തീരുമാനിക്കപ്പെടുന്നു. ആ തീരുമാനം എടുത്തത് ഭരണസമിതിയാണെങ്കിൽ തന്നെ ഭരണഘടനാപരമായിട്ട് ആ തീരുമാനം തെറ്റാണ്. സ്വാഭാവികമായിട്ടും പരാതികളൊന്നും ഇല്ലാത്തിടത്തോളം കാലം അതുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് വാസ്തവം. ഈ കാലയളവ് എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ നിയമനങ്ങളൊക്കെ നടക്കുമ്പോഴും ഭരണസമിതിയിൽ ചർച്ച ചെയ്തുകൊണ്ടല്ല ഒരു തീരുമാനം നടക്കുക. മാനേജറുടെ വിവേചനാധികാരത്തിൽപ്പെട്ടത് എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് സ്വന്തക്കാരും കൂടിയാകുമ്പോൾ ആ അപ്പോയിൻമെൻറ്റുകളിലൊക്കെ ഒപ്പിടേണ്ടി വരും, ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്. അത് തന്നെ മാത്രമല്ല, ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഭരണസമിതി ചർച്ച ചെയ്യാറില്ല. മാനേജർ നിയമിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രപ്പോസലുകൾ സമർപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുണ്ടെങ്കിലോ മറ്റുണ്ടെങ്കിൽ മാത്രം ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിനൊരു അനുകൂല സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. കാരണം ഉമ്മർ സാഹിബ് ജനറൽ സെക്രട്ടറിയായിട്ട് വരുന്നതിന് മുമ്പേ സഹഭാരവാഹികളായിരുന്ന, അതായത് മാനുമുസ്ലിയാരുടെ കാലഘട്ടത്തിലെ സഹഭാരവാഹികളായിരുന്ന ആളുകളാണ് ഈ മാനേജർമാർ. അതുകൊണ്ട് ഒട്ടും ഉമ്മർ സാഹിബിന് വരെ സംശയിക്കേണ്ടി വന്നിട്ടില്ല. അതാണ് ഇതിന് കാരണം. വിശ്വാസത്തിലെടുത്തു എന്നതാണ് കാരണം. ഇതിലിപ്പോൾ 2 പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് ഉള്ളത്. ഒന്ന്, ഈ മാനേജർക്ക് യോഗ്യതയില്ല, മാനേജർക്ക് പകരം AEO സ്കൂളിൻ്റെ മാനേജർ പദവി ഏറ്റെടുക്കണം. മറ്റൊന്ന്, ഈ പണം തിരിച്ചു പിടിക്കണം എന്നുള്ളത്. ഇത് രണ്ടും കൃത്യമായി നടക്കുന്ന ഒരു പരാതിക്കാരൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പരാതിയിൽ ഇവിടെ കൃത്യവിലോപം നടന്നിട്ടുണ്ട്, മിസ്അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ട്, അത് കണ്ടെത്തണം എന്ന് മാത്രമാണ് പരാതി. പരാതിയിൽ ഒരു വ്യക്തിയെയും പരാമർശിച്ചിട്ടില്ല, ഒരാളെയും പരാമർശിച്ചിട്ടില്ല. പരാതിയിൽ സ്വാഭാവികമായിട്ട് സ്കൂളിൽ ഇങ്ങനെയൊക്കെ നടന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ ഇവർ കണ്ടെത്തിയതാണ്. ഇനിയിപ്പോൾ വേറെ വിജിലൻസ് കേസോ മറ്റ് ഇതിലിപ്പോൾ കൃത്യമായിട്ട് അവർ കണ്ടെത്തലുണ്ട്, ഹാജർ പട്ടിക തിരുത്തിയിട്ടുണ്ട്, വ്യാജരേഖ ഉണ്ടായിട്ടുണ്ടെന്ന്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോലീസിലോ ഇല്ലെങ്കിൽ ഈ സർക്കാർ പണവുമായി ബന്ധപ്പെട്ട് വിജിലൻസിനെ സമീപിക്കുമോ? ഇതിൻ്റെ ആവശ്യം വരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം AEO 6 പേജിൽ AEOൻ്റെ റിപ്പോർട്ട് പക്ക റിപ്പോർട്ടാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ എൻഡോഴ്സ് ചെയ്തുകൊണ്ടാണ് DD റിപ്പോർട്ട് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു സർക്കാരിൻ്റെ പ്രതിനിധികളാണ്. ഒരു വിദ്യാഭ്യാസ ഉപഡയറക്ടർ എന്ന് പറയുന്നത് ജില്ലയുടെ മൊത്തം ചാർജുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്, അദ്ദേഹമല്ല റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഒരു ക്ലർക്ക് ഉണ്ടാവും അവിടെ, അതിന് മേലൊരു സൂപ്രണ്ട് ഉണ്ടാവും, അതിന് മേലൊരു AE ഉണ്ടാവും. ഇവർ 4 പേരും കൂടി ചർച്ച ചെയ്തിട്ട് ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട്. അപ്പോൾ ഇവരെ സർക്കാർ ഏൽപ്പിക്കുന്നു, ഇവർ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ ആ റിപ്പോർട്ടിൻ്റെ കണ്ടെത്തലുകൾക്ക് അനുസരിച്ചായിരിക്കും
സർക്കാർ തീരുമാനമെടുക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു തീരുമാനം വരാനിരിക്കെ മറ്റൊരു വിജിലൻസ് കേസുമായി പോകേണ്ടതില്ലല്ലോ. നേരെ മറിച്ചാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കേസ് നടത്തേണ്ടത് ആരാണ്? വിദ്യാഭ്യാസ വകുപ്പും മാനേജ്മെൻറ്റും തമ്മിലാണ് കേസ് നടക്കേണ്ടത്. പരാതിക്കാരൻ എന്നുള്ള നിലക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ റോൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.